ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 1:20 കേട്ടോ അവിടുത്തെ സമയം. വിശന്നിട്ട് എഴുന്നേറ്റ് ഉറങ്ങാൻ കിടന്നതാണ്, പക്ഷേ വിശക്കുന്നുണ്ട് നന്നായിട്ട്. ഒന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. ഈ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് കിടന്നുറങ്ങിക്കഴിഞ്ഞ് ഇതുപോലെ വിശക്കുന്നവരായിരിക്കും മിക്ക നേഴ്സുമാരും കേട്ടോ, അതായത് നൈറ്റ് ഓഫിൻ്റെ അന്ന്. അപ്പോൾ എന്തായാലും രാവിലെ വന്ന് നമ്മൾ എന്തെങ്കിലും ചെറുതായിട്ട് കഴിച്ചിട്ട് പകൽ കിടന്നുറങ്ങും. ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിയുമ്പോൾ ഒന്നും കഴിക്കാൻ തോന്നില്ല. പിന്നെ ഓഫാണെന്നുള്ള രീതി എന്തെങ്കിലുമൊക്കെ കുറേ പണികൾ, ക്ലീനിങ്, വാഷിങ്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവും. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ ഓർക്കും എന്നാൽ ഇന്ന് ഒന്നും കഴിക്കണ്ട, അല്ലെങ്കിൽ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ എന്നാന്ന് ചോദിച്ചാൽ രാവിലെ ഒരു ഓംലെറ്റും ഒരു ചായയും കുടിച്ചിട്ട് കിടന്നുറങ്ങിയായിരുന്നു. ഉറങ്ങി എഴുന്നേറ്റ് പിന്നെ ഇതുപോലെ ക്ലീനിങ്, വാഷിങ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചായയും ഒരു ദോശയും കഴിച്ചിട്ട് എന്നാൽ ഇന്നൊന്നും കഴിക്കണ്ടെന്നോർത്ത് കിടന്നതാണ്. പക്ഷേ വിശന്നിട്ട് കിടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവരൊക്കെ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് എന്തെങ്കിലും ഒന്ന് കുക്ക് ചെയ്യാം. കാരണം ഇപ്പോൾ ഇനി ഉറങ്ങാതിരുന്നിട്ട് നമ്മളൊരു വെളുപ്പിനെ സമയത്ത് ഒരു 4 മണി 4:30 അങ്ങനത്തെ ഒരു സമയത്തായിരിക്കും നമ്മൾ ഉറങ്ങാൻ തുടങ്ങുന്നത്. പിന്നെ എന്തായാലും നമ്മൾക്ക് രാവിലെ എഴുന്നേൽക്കാൻ തോന്നുകയില്ല. ഒന്നാമത് ഇവിടുത്തെ ക്ലൈമറ്റ് അങ്ങനെയാണ്. പിന്നെ ക്ഷീണം. ഇപ്പോൾ രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്നില്ല. ഇനി അതൊരു 2 ദിവസം എടുത്തിട്ട് ഇനി മോർണിംഗ് ഡ്യൂട്ടിക്കൊക്കെ പോകാൻ തുടങ്ങുമ്പോഴാണ് അതിനൊരു ചേഞ്ചസ് വരുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാം. ഞാൻ എന്തായാലും ഒരു ടൊമാറ്റോ ബാത്ത് ഉണ്ടാക്കാമെന്ന് ഓർത്തു. കാരണം ഇത് കുറച്ച് ദിവസമായി എൻ്റെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഒരു നല്ല വിശപ്പ് തോന്നിയ സ്ഥിതിക്ക് അത് നല്ല ഇച്ചിരി എരിവിലുണ്ടാക്കാമെന്ന് ഓർത്തു. അങ്ങനെ എണ്ണ ചൂടായപ്പോൾ നമ്മൾ സ്പൈസസൊക്കെ ഇട്ടിട്ട് ഉള്ളി, സവോള നന്നായിട്ട് വഴറ്റാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് വഴന്ന് നല്ല ഒരു ബ്രൗൺ കളർ ആകാൻ തുടങ്ങുമ്പോൾ മല്ലിച്ചപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, പിന്നെ പുതിന നല്ലതാണ് കേട്ടോ. പക്ഷേ പുതിന ഒരു 1-2 ഇലയെ അരയ്ക്കാവുള്ളൂ. ഇതെല്ലാം കൂടി നമ്മൾ ആ സവോളയ്ക്കകത്തേക്ക് ഇടണം. അത് കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് വഴന്ന് അതിൻ്റെ നന്നായിട്ട് പച്ചപ്പ്, ആ ഒരു പച്ചക്കുത്ത് മണം ഉണ്ടല്ലോ, അത് പോകണം. അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിവിടെ ആകുമ്പോഴത്തേക്കും ഞാൻ തക്കാളി പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് അതിനകത്ത് വെള്ളമൊക്കെ വറ്റി നല്ലൊരു പാകമാകുമ്പോൾ ഈ അരച്ച തക്കാളി അരച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിനകത്തേക്ക് അല്ലാതെ നമ്മൾ നന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ടാലും മതി. ഇനി ഈ തക്കാളി നന്നായിട്ട് അതിനകത്ത് കിടന്നിട്ട് അതിൻ്റെ ആ പച്ചമണം മുഴുവൻ പോകണം കേട്ടോ, അല്ലെങ്കിൽ ഒരു നല്ലൊരു ടേസ്റ്റ് വരികയില്ല ഇതിന്. അപ്പോൾ അങ്ങനെ നന്നായിട്ട് വഴറ്റി കുറച്ചൊരു വെള്ളം ഒഴിച്ച്, ഞാൻ മിക്സി കഴുകിയ വെള്ളമാണ്. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട്. പിന്നെ അരി കഴുകി നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായി ആവശ്യത്തിന് ഉപ്പിടണം കേട്ടോ. പിന്നെ ഇതിനകത്ത് ഞാൻ വേറൊരു കാര്യം പറയാൻ മറന്നുപോയത് എന്നാന്ന് വെച്ചാൽ, നമ്മൾ ആ തക്കാളിയുടെ നന്നായിട്ട് വഴന്ന് വന്ന് അരി ഇടുന്നതിന് മുമ്പ് കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് 2 വിസിൽ വന്നപ്പോൾ കുക്കർ ഓഫ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ വിസിലെല്ലാം പോയി കഴിഞ്ഞ് എല്ലാ എയറെല്ലാം പോയി കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മളത് തുറക്കാൻ പാടുള്ളൂ. അങ്ങനെ എൻ്റെ ടൊമാറ്റോ ബാത്ത് റെഡി ആയിട്ടുണ്ട്. നല്ല സ്പൈസിയാണ്, നല്ല ടേസ്റ്റാണ്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. എന്തായാലും ഞാനൊന്ന് കഴിക്കാൻ പോകണം. ഇതിൻ്റെ മണമൊക്കെ വന്നപ്പോഴത്തേനും ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ഇനി ഇതെല്ലാം ഞാൻ വിളമ്പെടുത്ത് ഞാൻ സമയം കാണിക്കും. ഇവിടെ 3:08 കേട്ടോ, ഏർലി മോർണിംഗ്. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളവർ ശരിക്കും നമ്മുടെയൊക്കെ ഒരു ജീവിതത്തിലെ ഭയങ്കര മെമ്മറബിൾ ഡേയ്സുകളാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ കുടിക്കാൻ എടുത്തത് നമ്മുടെ ഒരു അൽമറായുടെ ജ്യൂസാണ് കേട്ടോ, മാംഗോ ജ്യൂസ്. അതും കൂടി എടുത്തു. ഇനിയൊന്ന് ഞാൻ കഴിക്കട്ടെ. നല്ല ടേസ്റ്റിയാണ്, നല്ല സ്പൈസി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ കഴിച്ച് ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഉറങ്ങാൻ പോവാം.